ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ 2025 എത്താറായി. സോ നമുക്ക് ഡെസ്കിൽ മസ്റ്റ് വേണ്ട ഒരു ഐറ്റം ആണല്ലോ കലണ്ടർ. അപ്പോൾ ഇന്ന് നമുക്ക് അത് തന്നെ ഉണ്ടാക്കാം. ക്യൂട്ട് കലണ്ടേഴ്സൊക്കെ ഒന്നെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് വരച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫോണിലെടുക്കുന്ന ഒരു ആപ്പാണ് പിൻട്രസ്റ്റ്. സ്വന്തമായിട്ട് വരക്കാൻ കഴിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് എന്തെങ്കിലും പിക്ചേഴ്സ് വരച്ചാൽ മതി. പക്ഷേ നമുക്ക് ആ കഴിവില്ലാത്തതുകൊണ്ട്, എനിക്ക് ആ കഴിവില്ലാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആപ്പാണ് പിൻട്രസ്റ്റ്. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഹോം പേജാണ് ഇപ്പോൾ കാണുന്നത്. അതിന് മുകളിലായിട്ട് ഒരു സെർച്ച് ബാർ ഉണ്ടാവും. അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നാണ് കേട്ടോ ഇപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഡൗൺലോഡ് ആക്കാം. അപ്പോൾ ഇതേ ഇങ്ങനത്തെ ഒരുപാട് ക്യൂട്ട് പിക്ചേഴ്സ് ഉണ്ടാവും കേട്ടോ. നമുക്ക് വേണ്ട എന്താണെങ്കിലും അവിടെ അടിച്ചു കൊടുക്കാം. ഇതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ നേരിട്ട് യൂട്യൂബിലോട്ടൊക്കെ പോകട്ടെ, അങ്ങനെ വീഡിയോസും വരാറുണ്ട്. ഇനി നമുക്ക് ഇത് ഡൗൺലോഡ് ആക്കുകയാണ് വേണ്ടത്. ഡൗൺലോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫോട്ടോ എടുക്കുക. അതിൻ്റെ താഴെ കണ്ടോ 3 ഡോട്ട്സ് ഉണ്ടാവും, ഒന്നെങ്കിൽ സൈഡിലോ അല്ലെങ്കിൽ താഴെ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് ഡൗൺലോഡ് ചെയ്താൽ നേരെ നമുക്ക് ഗാലറിയിലോട്ട് ഈ ഫോട്ടോ എത്തും. ഇനി ഒന്നെങ്കിൽ നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് വരക്കാം. അതല്ല, വരക്കാനുള്ള കഴിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ് ഡ്രോ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട്. അത് ഇതേപോലെ പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയിട്ട് ഡ്രോ സ്കെച്ച് അടിച്ചു കൊടുത്ത് നമുക്ക് അത് റിലേറ്റഡുള്ള കുറച്ചൊക്കെ ആപ്പുകൾ കാണും. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പിക്ചേഴ്സാണ് ഇപ്പോൾ ഈ കാണുന്നത്, നമുക്ക് സ്കെച്ച് ചെയ്യാനൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലറി എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലത്തെ ഫോട്ടോസ് ഇതിലോട്ട് വരും. അപ്പോൾ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഈ ഒരു പിക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൂം ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതേ മുകളിൽ ഒരു ലോക്കിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ലോക്കായി കഴിഞ്ഞു. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് വീണ്ടും മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്കെച്ച് ചെയ്യാം. ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് നന്നാക്കിയിട്ട് കൂട്ടി വെക്കുക. എന്നിട്ട് റൂം ഫുള്ള് ഇരുട്ടാക്കി വെക്കുക. മീൻസ് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റ് കുറയുമ്പോൾ നമുക്ക് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും, പെട്ടെന്ന് അത് വിസിബിളായിട്ട് കാണും. അപ്പോൾ ഇനി നമുക്ക് ഈ പേപ്പർ, നമുക്ക് വേണ്ട പേപ്പർ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ട്രേസ് ചെയ്തിട്ട് വരക്കാൻ പറ്റും. നല്ല സുഖമാണ്. അപ്പോൾ വരക്കാൻ അറിയുന്നവരൊക്കെ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് കുറേ പിക്ചേഴ്സ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മൾ ട്രേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പിക്ചേഴ്സ് മൊത്തം വരച്ചിട്ടുള്ളത്. അതായത് നമുക്ക് 12 മന്ത് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ 12 പിക്ചേഴ്സ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കളർ ചെയ്തിട്ടെടുക്കണം. ഈ കളറിങ്ങിലോട്ട് കിടക്കാം. കളർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്രഷ് പെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഡോംസിൻ്റെ. നല്ല അടിപൊളി എസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ ഇനി എല്ലാ പിക്ചേഴ്സും ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കാനും മറക്കരുതേ. ഇങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കലണ്ടർ റെഡിയാക്കാം. അതായത് നമ്മളെ മന്തിൻ്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് മന്ത് ജനുവരി ആയതുകൊണ്ട് ജനുവരി എന്ന് എഴുതുന്നുണ്ട്. ഇനി അതിൽ നമുക്ക് ഡേറ്റ് ഒക്കെ എഴുതണം. അപ്പം ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് സ്കെയിൽ വെച്ചിട്ട്. അതായത് നമ്മളെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈൻ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഡേറ്റ് മാർക്ക് ചെയ്യലാണ്. അപ്പോൾ കറക്റ്റായിട്ട് വേണം ഡേറ്റ് മാർക്ക് ചെയ്യാൻ. നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കലണ്ടറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് കറക്റ്റ് തെറ്റാണ്ട് ഡേറ്റ് ഒന്ന് എഴുതിയിട്ടെടുക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ സൺഡേ, മൺഡേ എന്നൊക്കെ എഴുതിയ ആ ഒരു മുകളിലത്തെ കോളം മാത്രം ജസ്റ്റ് ഒരു കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ മന്തും ഒന്ന് ചെയ്തെടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പിക്ചർ വരയ്ക്കുക, കളർ ചെയ്യുക, അതേപോലെ മന്തിൻ്റെ പേര് എഴുതുക, പിന്നെ ഡേറ്റും കൂടെ ചെയ്താൽ എല്ലാ മന്തും നമുക്ക് ചെയ്തെടുക്കണം. 12 മന്ത്സും ചെയ്തെടുക്കുക.
സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ടേബിൾ കലണ്ടർ ഇവിടെ റെഡിയാണ്. ഈ സ്റ്റാൻഡ് ഒന്നെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഐ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാനും പറ്റും.